ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 5 വിത്തും വിത്തവും. ഈ യൂണിറ്റിൽ 3 അധ്യായങ്ങളാണ് ഉള്ളത്. മുരളീധരൻ തഴക്കരയുടെ കാർഷികാചാരങ്ങൾ കാഴ്ചയും വിചാരവും എന്ന പുസ്തകത്തിൽ നിന്നുള്ള കപ്പവാട്ടിന്റെ കഥ എന്ന് പറയുന്ന ഒരു ഭാഗം, സെബാസ്റ്റ്യന്റെ കൃഷിക്കാരൻ എന്ന കവിതയിൽ നിന്നുള്ള കൃഷി എന്ന ഭാഗം, എസ്.പി. വേണുഗോപൻ നായരുടെ എസ്.പിയുടെ കഥകൾ സമ്പൂർണം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ജോസഫ് എന്ന കഥ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ യൂണിറ്റ് എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന്. എന്തിലാണ്? കൃഷിയും കാർഷിക സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ജീവിത രീതികൾ, മനുഷ്യരുടെ കഥകൾ എന്നിവയിലാണ് ഈ യൂണിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മളിന്ന് പഠിക്കുന്നത് ഇതിലെ 1ാമത്തെ അധ്യായമായ കപ്പവാട്ടിന്റെ കഥയാണ്. ഈ അധ്യായത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. അധ്യായത്തിന്റെ മുന്നോടിയായി എ. അയ്യപ്പൻ രചിച്ച കവിതയിൽ നിന്നുള്ള ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. വിത്ത് എന്ന കവിതയുടെ ഒരു ഭാഗമാണ് നാം പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. വിത്ത്. മണ്ണ് ചോദിച്ചു മരത്തിനോട്, മരമേ മരമേ, ഒരു വിത്ത് താ. എല്ലാ വിത്തും മണ്ണിന് നൽകി. മരത്തിനൊരുപാട് മക്കളുണ്ടായി. അപ്പോൾ പ്രകൃതിയും പ്രകൃതിയിലെ മരങ്ങളും ജീവജാലങ്ങളും മണ്ണും ഒക്കെ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഏതാനും വരികളിലൂടെ ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത്. മണ്ണ് എന്ത് ചോദിച്ചു? മണ്ണ് മരത്തിനോട് ചോദിക്കുകയാണ്, മരമേ മരമേ, ഒരു വിത്ത് താ എന്ന്. അതായത് മരത്തിൽ നിന്ന് പഴങ്ങളും മറ്റും താഴെ മണ്ണിൽ വീണ് അഴുകി അലിഞ്ഞു ചേർന്ന് ആ വിത്തിൽ നിന്ന്, പഴത്തിനുള്ളിലെ വിത്തിൽ നിന്ന് പുതിയ ചെടികൾ പൊങ്ങി വരുന്നതിനെ എങ്ങനെയാണ് കവി കാണുന്നത്? അത് മണ്ണ് മരത്തിനോടൊരു വിത്ത് ചോദിക്കുന്നത് കൊണ്ട് മരം നൽകുന്ന സമ്മാനമായിട്ടാണ് കാണുന്നത്. അങ്ങനെ മരം ഒരു വിത്ത് വിട്ടുകൊടുത്തപ്പോൾ, അതിൻ്റെ കയ്യിലുള്ള വിത്തുകളെല്ലാം അത് നൽകിയപ്പോൾ മരത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? മരത്തിന് അനേകം മക്കളുണ്ടായി. എന്ന് പറഞ്ഞാൽ താഴെ വീണ വിത്തുകളിൽ നിന്ന് അനേകായിരം മരങ്ങൾ വീണ്ടും മുളച്ചു പൊന്തി എന്നാണ് കവി അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രകൃതിയും പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധവും അവർ തമ്മിലുള്ള സഹായ സഹകരണങ്ങളും മറ്റുമാണ് ഈ കവിതയിൽ ആശയമാക്കുന്നത്. കണ്ടല്ലോ, മരത്തിനോട് മണ്ണ് വിത്ത് ചോദിച്ചു വാങ്ങുകയാണ്. എന്തിനാണ്? തൻ്റെ മേലേക്ക് ആ മരത്തിൻ്റെ വിത്തുകൾ പാകി പുതിയ മരങ്ങൾക്ക് ഇടം നൽകാൻ മണ്ണ് ആഗ്രഹിക്കുന്നു. ഒരു മടിയും കൂടാതെ മണ്ണിന് വിത്തുകൾ നൽകിയ മരത്തിന് എന്താണ് കിട്ടിയത്? അതിന് തൻ്റെ അടുത്ത തലമുറയായ അനേകായിരം മരങ്ങളെ കിട്ടി മക്കളായിട്ട്. അപ്പോൾ എ. അയ്യപ്പന്റെ ഈ കവിതയിൽ നിന്നും മണ്ണ്, പ്രകൃതി, അവ തമ്മിലുള്ള ബന്ധം, ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കപ്പവാട്ടിന്റെ കഥ. ഈ അധ്യായത്തിന്റെ മുന്നോടിയായി ഒരു വരി നൽകിയിട്ടുണ്ട്. നോക്കുക. ഒറ്റയ്ക്ക് നട്ടാൽ വിളയുന്നതും ഒരുമിച്ച് നട്ടാൽ വിളയുന്നതും ഒരേ വിളവല്ല. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ഓരോ തരം വിളകൾക്കും, അതായത് ഓരോ ഇനം കൃഷിക്കും അതിൻ്റെതായ കാർഷിക സമ്പ്രദായങ്ങളും രീതികളും വിളവെടുപ്പ് കാലാവസ്ഥകളും കൊയ്ത്തുകാലവും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വിളയ്ക്കും പ്രത്യേകമായ പരിചരണവും കൃഷി രീതികളും ഒക്കെ ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള അറിവുള്ള കർഷകരായിരിക്കും ബന്ധപ്പെട്ട വിളകൾ നടുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതാണ് ഇവിടെ അർത്ഥമാകുന്നത്. കപ്പവാട്ടിന്റെ കഥ എന്ന ഈ അധ്യായം വായിച്ച് അതാത് ഭാഗങ്ങളിൽ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാം. ശ്രദ്ധിക്കുക. മലനാട്ടിലെയും ഇടനാട്ടിലെയും ഉൾനാടൻ ഗ്രാമങ്ങളാണ് കപ്പവാട്ടിന്റെ അണിയറയും അരങ്ങും. മലനാട്, ഇടനാട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ അതിൽ മലനാട് എന്ന് പറയുന്നത് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 250 അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ്
മലനാട് എന്ന് പറയുക. ഇടനാട് എന്ന് പറഞ്ഞാലോ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് ഇടനാട് എന്ന് പറയുക. ചുവന്ന മണ്ണ് ആണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത. ഇത്തരം സ്ഥലങ്ങൾ നെൽകൃഷിക്കാണ് കൂടുതൽ അനുയോജ്യം. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്, അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളും പിന്നെ ഇപ്പറഞ്ഞതുപോലെ കൃഷിഭൂമിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളും, ഇവിടങ്ങളിലാണ് കപ്പവാട്ട് നടക്കാറുള്ളത്. മലയാളിയുടെ വിശപ്പാറ്റിയ വിളയായ കപ്പ അഥവാ മരച്ചീനിയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മയുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ മലയാളിയുടെ വിശപ്പാറ്റിയ ഒരു വിഭവമാണ് മരച്ചീനി അഥവാ കപ്പ എന്ന് പറയുന്നത്. എന്താണ്? കേരളത്തിൽ എവിടെയും വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു വിഭവമാണ് കപ്പ. അങ്ങനെയുള്ള ആ കപ്പയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മയുടെ കഥയാണ് നാം ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നത്. കഠിനാധ്വാനികളായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിത്യഭക്ഷണത്തിലെ പോഷകസമ്പുഷ്ടമായ കോമ്പിനേഷൻ ആയിരുന്നു കപ്പയും മീനും. എന്താണ്? കർഷകരുടെ ജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ള പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒരു വിഭവമായിരുന്നു കപ്പയും മീനും എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ. കാരണം ഇതിൽ നിന്ന് അവർക്ക് അവരുടെ കായിക അധ്വാനത്തിന് ആവശ്യമായ ഊർജം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. 2 പതിറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിലെമ്പാടും സമൃദ്ധമായി മരച്ചീനി വിളഞ്ഞിരുന്ന മലമ്പുരയിടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു കാലം മുൻപ് വരെ, 2 പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ 20 വർഷം മുൻപ് വരെ കേരളത്തിൽ എവിടെയും മരച്ചീനി വളരെ സുലഭമായി വിളഞ്ഞിരുന്നു. സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഈ പുരയിടങ്ങളെ ചീനി വിള എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. മരച്ചീനിയുടെ മറ്റൊരു പേരാണ് ചീനി. അപ്പോൾ സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളെ എന്തെന്ന് വിളിച്ചിരുന്നു? ചീനി വിള എന്ന് വിളിച്ചിരുന്നു. മലബാറിലേക്ക് കപ്പ കൃഷി പറിച്ചു നട്ടത് തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകരായിരുന്നു. മലബാർ എന്ന് പറഞ്ഞാൽ നിലവിൽ കേരളത്തിലെ പാലക്കാട് മുതൽ കണ്ണൂർ വരെ വടക്കോട്ടുള്ള പ്രദേശങ്ങളെയാണ് മലബാർ എന്ന് വിളിക്കുന്നത്. തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിലെ തെക്കൻ മധ്യ ജില്ലകളാണ്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നിവയും എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളും കന്യാകുമാരി ജില്ലയുടെ ചില ഭാഗങ്ങളുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തിരുവിതാംകൂറിൽ നിന്നാണ് മലബാറിലേക്ക് കപ്പ കൃഷി അഥവാ മരച്ചീനി കൃഷി പറിച്ചു നടപ്പെട്ടത്. അതെങ്ങനെയായിരുന്നു പറിച്ചു നടപ്പെട്ടത്? കുടിയേറ്റ കർഷകരായിരുന്നു. എവിടെ നിന്നുള്ള? തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് താമസം മാറ്റിയ കർഷകരാണ് ഈ ഒരു കൃഷി രീതിയും കൂടെ കൊണ്ടുപോയത്. മലബാറിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെ ഇതിഹാസം രചിച്ച സാഹസികരായ കുടിയേറ്റ കർഷകരെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചു പോന്നത്. മലബാറിന്റെ മണ്ണിൽ അവർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഈ പ്രദേശങ്ങളിൽ, അതായത് പൊതുവെ കിളച്ചുമറിച്ച് കൃഷി ചെയ്യാൻ പ്രയാസമുള്ള ഈ പ്രദേശങ്ങളെ അവർ കീഴടക്കുകയും മണ്ണിനെ അവരുടെ കഠിനാധ്വാനം കൊണ്ട് കീഴടക്കുകയും അവിടങ്ങളിൽ കപ്പ കൃഷി ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള അവരെ വടക്കേ മലബാറുകാർ എന്തെന്ന് വിളിച്ചു? ചേട്ടന്മാരെന്ന് വിളിച്ചു. ബഹുമാനാർത്ഥമാണ് അങ്ങനെ വിളിച്ചത്. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിന്റെ കാലമാണ്. അയൽപക്ക ബന്ധവും സൗഹൃദവും ഒരുമയും ഊട്ടി ഉറപ്പിച്ചിരുന്ന ഒരു കാർഷിക വൃത്തിയായിരുന്നു കപ്പവാട്ട്. അപ്പോൾ ഏത് മാസങ്ങളിലാണ് കപ്പവാട്ട് നടക്കുന്നത്? ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. ശരി, നോക്കാം എന്തായിരുന്നു അതെന്ന്. മലനാട്ടിലെ ഓരോ വീട്ടുകാരും തങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കപ്പ വാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വെക്കുക എന്നത് ഒരു രീതിയായിരുന്നു. അപ്പോൾ എന്താണ്? മലനാട്ടിലെ ഓരോ വീട്ടുകാരും, തുടർന്ന് അവർക്ക് ഈ ജനുവരി മാസം മുതൽ പിന്നീട് ഡിസംബർ വരെയും ഉപയോഗിക്കാനുള്ള കപ്പ വാട്ടി ഉണക്കി അതിനെ എന്ത് ചെയ്യും? പത്തായത്തിലോ അരിപ്പെട്ടികളിലോ ചണച്ചാക്കിലോ ഒക്കെ കെട്ടി സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കപ്പവാട്ട് ഓരോ വീടുകളിലും ഒരു ആഘോഷം തന്നെയായി മാറിയിരുന്നു. കാരണം എന്താണ്? അയൽപക്കങ്ങളിലെ എല്ലാം ആൾക്കാർ ഒന്നിച്ചു കൂടിയാണ് ഈ കപ്പവാട്ട് നടത്തിയിരുന്നത്, അല്ലെങ്കിൽ കപ്പവാട്ടി അതിനെ സൂക്ഷിക്കാനുള്ള പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നത്. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിൽ എല്ലാവരും ഒപ്പം അയൽപക്കക്കാരും ഇതിൽ സർവാത്മന പങ്കാളികളായിരുന്നു. ആരും കാഴ്ചക്കാരല്ല. ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യുന്നു. അപ്പോൾ ഇതിലങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവരും ഇതിൽ പങ്കെടുത്തിരുന്നു. പിന്നെ അതാത് വീട്ടിലുള്ള ആളുകൾ മാത്രമായിരുന്നില്ല, അവരുടെ അയൽപക്കക്കാരായ മനുഷ്യരും ഇതിൽ പങ്കാളികളായി ജോലികൾ ചെയ്തിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരസ്പര്യമായിരുന്നു. കപ്പ വാട്ടി ഉണക്കുവാനുള്ള പാറയൊരുക്കുക എന്നതാണ് ആദ്യപടി. അപ്പോൾ അങ്ങനെ എന്തായിരുന്നു? കർഷകർ തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ കൂടി അടയാളമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരസ്പര്യമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ കർഷകർ തമ്മിലുള്ള ഒരു പരസ്പര സഹകരണ സ്വഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ കപ്പ വാട്ടിയതിന് ശേഷം അതിനെ ഉണക്കാനുള്ള പാറ തയ്യാറാക്കുന്നതാണ്. ചിക്കുപായയിലോ ഇന്നത്തെ പോലെ സിൽപോളിൻ ഷീറ്റിലോ അല്ല കപ്പ ഉണക്കുന്നത്. ചിക്കുപായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കണം. നെല്ലുണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പായയാണ് ചിക്കുപായ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പായയോ അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റോ ഒന്നുമല്ല അന്ന് ഉപയോഗിച്ചിരുന്നത്. പകരം കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പ ഉണക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? വലിയ പാറക്കെട്ടുകളിൽ, വലിയ വിശാലമായ പാറപ്പുറങ്ങളിലാണ് ഈ വാട്ടിയ കപ്പ നിരത്തി വെച്ച് ഉണക്കിയെടുക്കുന്നത്. കപ്പ വാട്ട സീസണ് മുമ്പായി ഈ പാറപ്പുറം നന്നായി തൂത്ത് വൃത്തിയാക്കും. നമുക്കറിയാം, പാറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് പായലുണ്ടായിരിക്കും, പൊടിയുണ്ടായിരിക്കും, മണ്ണുണ്ടായിരിക്കും. കപ്പ ഇനി ഒരു വർഷക്കാലത്തേക്ക് ഉപയോഗിക്കേണ്ടുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ്. അതുകൊണ്ട് തന്നെ ഉണക്കുന്നതിന് മുൻപ് ആ പാറ തൂത്ത് വൃത്തിയാക്കി വെക്കും. എന്നിട്ട് 1-1.5 ടൺ കപ്പ ഉണക്കിയെടുക്കാൻ കഴിയുന്നത്ര വിശാലമായ പാറയുണ്ടായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്ര കിലോ കപ്പയാണല്ലേ! അത്രയും വിശാലമായ പാറപ്പുറങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. ഇന്ന് കാണാൻ സാധിക്കുമോ? ഇന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. കാരണം മലതുരക്കലും പാറയിടിക്കലും മറ്റുമായിട്ട് ഭൂപ്രകൃതിയെ ആകെ മനുഷ്യർ തകർത്തിരിക്കുകയാണല്ലേ. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പ വാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. എല്ലാവർക്കും സൗകര്യമുള്ള ഒരു ദിവസമായിരിക്കും തിരഞ്ഞെടുക്കുക. ഈ തീയതി തെറ്റിക്കാൻ പാടില്ലെന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തീരുമാനമായിരുന്നു. അപ്പോൾ ആരും പ്രത്യേകിച്ച് ഒരു എക്സ്ക്യൂസും പറഞ്ഞൊന്നും മാറി നിൽക്കാനൊന്നും പാടില്ല. അതേ ദിവസം എല്ലാവരും എത്തിച്ചേരണം. കപ്പ വാട്ടിനും കപ്പ ഉണക്കുന്നതിനുമെല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ ഇട്ടു തന്നെയാണ് മലനാട്ടിലെ ഗ്രാമീണ കർഷകർ കപ്പവാട്ടിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ ഇത്രയധികം ടൺ കപ്പയുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഉണക്കുന്നതും അത് അടുക്കുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് ക്രമാനുഗതമായ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിന് കൃത്യമായി ഓരോരുത്തരെയും ഏൽപ്പിച്ച ജോലികൾ അവർ ചെയ്യേണ്ടുന്നതുണ്ട്. അതുപോലെ പറഞ്ഞ സമയത്ത് പറഞ്ഞ ദിവസത്തിൽ എല്ലാവരും എത്തിച്ചേരുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിനൊരു ക്രമമുണ്ടാക്കി ഒരു ടൈം ടേബിൾ പോലെ തന്നെ തയ്യാറാക്കിയാണ് അവർ മുന്നോട്ട് പോയിരുന്നത് എന്ന് മനസ്സിലാക്കുക. കപ്പ പറിച്ചെടുക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. നമുക്കറിയാമല്ലോ, മരച്ചീനിക്ക് ഒരുപാട് ഇലകളുണ്ട്. ആ ഇലകളൊക്കെ കപ്പ പറിക്കുന്നതിന് തലേ ദിവസം ഒടിച്ചു നിർത്തും. ശരാശരി ഒരു മൂട് കപ്പ ചുരുങ്ങിയത് 15 കിലോഗ്രാം വരെ ഉണ്ടാകും. കപ്പത്തണ്ടിൽ കുറുകെ ഒരു കഴ വെച്ചു കെട്ടി ആ കഴയിൽ പിടിച്ചാണ് കപ്പ പറിക്കുന്നത്. എങ്ങനെയാണ്? ഇപ്പോൾ കുത്തനെയാണല്ലോ ഒരു കപ്പച്ചെടി നിൽക്കുക. അതിലേക്ക് ഒരു തടി ഇങ്ങനെ വിലങ്ങനെ വെച്ച് കെട്ടും. എന്നിട്ട് ആ തടിയിൽ പിടിച്ചാണ് വലിച്ച് പുറത്തേക്ക് എടുക്കുക. കപ്പയുടെ തൊലി പൊളിക്കുന്നത് സ്ത്രീകളാണ്. കപ്പ അരിയുന്നത് പുരുഷന്മാരും. സ്ത്രീകൾ പൊളിച്ചിടുന്ന കപ്പ 2-3 എടുത്ത് അരിയാനായി മുതിർന്നവരുടെ കൈകളിൽ എത്തിക്കുന്നത് കൊച്ചുകുട്ടികളാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത്. നോക്കൂ, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ ആ കൂട്ടായ്മ അല്ലെങ്കിൽ ആ കൂട്ടായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ശ്രദ്ധിക്കൂ. ആരും അതിൽ പങ്കാളികളാകാതെ ഇരിക്കുന്നില്ല. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? കപ്പയുടെ തോല് പൊളിക്കുന്നു. പുരുഷന്മാരോ ഇത് സ്ത്രീകളുടെ ജോലിയാണോ എന്ന് കരുതി മാറി നിൽക്കാതെ അവര് വന്നിരുന്ന് കപ്പ അരിയുന്നു. വട്ടത്തിലാണ് അരിയുക. കുട്ടികൾ മാറി നിൽക്കുന്നുണ്ടോ? ഇല്ല. അവരാണ് അവർക്ക് കഴിയുന്നത് പോലെ 1-2 വീതമായി കപ്പ കൊണ്ടുവന്ന് സ്ത്രീകളുടെ അടുത്തും അവർ പൊളിച്ചു വെക്കുന്ന കപ്പകൾ പുരുഷന്മാരുടെ അടുത്തുമൊക്കെ എത്തിക്കുന്നത്. അരിഞ്ഞ കപ്പ ചെമ്പിലാണ് വാട്ടിയെടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ചെമ്പിൽ നിറച്ച് കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം നിറച്ചാണ് വാട്ടുന്നത്. പതയും തിളയും കണക്കാക്കി ചെമ്പിൽ നിന്നും കപ്പ വാരുന്നതിന് നെടുനാളത്തെ പരിചയത്തിലൂടെ ഒരു കൈത്തിട്ടം കർഷകർക്കുണ്ട്. അപ്പോൾ ഒരു വലിയ ചെമ്പിൽ വെള്ളം നിറച്ച് അതിലേക്ക് കപ്പയിട്ട് കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിലാണ് ആ വെള്ളം വെക്കേണ്ടുന്നത്. അതിനെ തിളപ്പിച്ച് എടുക്കും. തിളപ്പിച്ചതിന് ശേഷം ഏത് പാകത്തിലാണ് കോരി എടുക്കേണ്ടത് എന്ന് മുൻപരിചയമുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. അവർക്ക് നിശ്ചയമുണ്ട് എപ്പോഴാണ് അതിനെ കോരി എടുക്കാനുള്ളത് എന്ന്. കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമുണ്ട്. പാകത്തിന് വെന്തില്ലെങ്കിൽ എന്തു പറ്റും? പച്ചയായിരിക്കും. അതിൽ പിന്നെ പൂപ്പൽ പിടിക്കാനും മറ്റും സാധ്യതയുണ്ട്. ഒരുപാട് വെന്തു പോയാൽ അത് ഉടഞ്ഞു പോകും. പിന്നെ നമുക്കതിനെ ഉണക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ തന്നെ കഴിക്കേണ്ടി വരും. വാട്ടുകപ്പയുടെ നിറത്തെയും രുചിയെയും അത് ബാധിക്കും. നന്നേ വെളുപ്പിനെ ആരംഭിക്കുന്ന കപ്പവാട്ട് ജോലികൾ രാത്രി ഏറെ വൈകുവോളം തുടരും. അപ്പോൾ ഇതിനൊരു പ്രത്യേക സമയവും ഒരു ടൈം ടേബിളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. വളരെ രാവിലെ തന്നെ ഈ പ്രവർത്തികൾ ആരംഭിക്കുകയും രാത്രി വൈകിയും ഇത് തുടരുകയും ചെയ്യും.
ശ്രമദാനമായി ഇതിൽ പങ്കുചേരുകയും പണിയെടുക്കുകയും ചെയ്യുന്നവർക്ക് ഭക്ഷണമുണ്ടായിരുന്നു. ശ്രമദാനം എന്ന് പറഞ്ഞാൽ ആളധ്വാനം എന്നാണ് കേട്ടോ. അതായത് ചില വീട്ടുകാരുടെ വീട്ടിൽ കപ്പയൊന്നും ഉണ്ടായിരിക്കുകയില്ല. അവരുടെ അയൽപക്കക്കാരുടെ വീടുകളിലായിരിക്കും ഈ കപ്പവാട്ട് നടക്കുന്നത്. എന്നാലും അവരവിടെ ചെന്ന് ആ വീട്ടുകാരെ, കപ്പ പറിച്ച വീട്ടുകാരെ സഹായിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യും. അങ്ങനെ ചെന്ന് ആളധ്വാനം കൊണ്ട് പങ്കാളിയാകുന്ന മനുഷ്യർക്ക് അതാത് വീടുകളിൽ നിന്ന് ആഹാരം കൊടുത്തിരുന്നു. ജോലിയുടെ ആയാസമറിയാതിരിക്കാൻ നാടൻ പാട്ടുകളും തനത് പ്രത്യേകതയായിരുന്നു. ഇതൊരു കായിക അധ്വാനം വേണ്ടുന്ന ഒരു ജോലിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കപ്പ ആദ്യം പറിച്ചെടുക്കണം. പെട്ടെന്നൊന്നും പറിച്ചാലൊന്നും പോരത്തില്ല. അതിന്റെ വേരുകളൊക്കെ ആഴത്തിലേക്കായിരിക്കും. അതുപോലെ ഒരുപാട് വലിയ കിഴങ്ങുകളാണെങ്കിൽ തന്നെയും അതിനെ പറിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. തടിയൊക്കെ വെച്ച് കെട്ടിയാണ് പറിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞോ? അതിലുള്ള മണ്ണെല്ലാം തട്ടിക്കളയണം, കപ്പ വൃത്തിയാക്കണം, കപ്പ പൊളിക്കണം, അരിയണം, പുഴുങ്ങണം. പുഴുങ്ങിയതിന് ശേഷം അതിനെ വാരി, പുഴുങ്ങുകയല്ല, അതിനെ വാട്ടണം. വെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ അതിനെ കോരിയെടുത്ത് ഉണക്കാനിടണം. ഉണക്കുന്നത് വാരണം, കെട്ടണം, സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് പ്രക്രിയകളുണ്ട് അല്ലേ? അപ്പൊ ഇത്രയും ആയാസമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന്റെ പ്രയാസം അറിയാതിരിക്കാൻ, ഒരുപാട് സമയം ഒരേ ജോലി ചെയ്യുമ്പോൾ ആളുകൾക്ക് ബോറടിക്കും അല്ലേ? അങ്ങനെ ബോറടിക്കാതിരിക്കാൻ നാടൻ പാട്ടുകളൊക്കെ പാടിയാണ് അവർ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പച്ചക്കപ്പ വേവിച്ചതും ആറ്റുമീൻ കറിവെച്ചതുമായിരുന്നു പ്രധാന ഭക്ഷണം. അപ്പോൾ ഈ ജോലിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ആഹാരമായി കൊടുത്തിരുന്നത് നല്ല കപ്പ വേവിച്ചതും പച്ചക്കപ്പ എന്ന് എടുത്തു പറയാൻ കാര്യം എന്താണ്? ഈ വാട്ടുകപ്പ ഇനി ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലേ? അതിൽ നിന്ന് ആരും ഒന്നും എടുക്കുന്നില്ല. ആഹാരത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കപ്പ വേവിച്ച് അതിനോടൊപ്പം മീനുമാണ് കൊടുത്തിരുന്നത്. അധ്വാനത്തിന്റെ കഷ്ടപ്പാടുണ്ടെങ്കിലും പരസ്പരം എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും ഏകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഓരോ വീടും കേന്ദ്രീകരിച്ചുള്ള 2-3 ദിവസത്തെ കപ്പപാട്ട് പര്യവസാനിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളൊക്കെയുള്ള ഒരു ജോലിയാണല്ലേ ഇത്. ഒരുപാട് കഠിനാധ്വാനം ആവശ്യമാണ്, ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം വളരെ സന്തോഷകരമായിട്ടാണ് ആൾക്കാർ ചെയ്തിരുന്നത്. കാരണം ഒരു കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞു. പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവനും, ഒരു 10-15 വീടുകളിലെ ആൾക്കാരെല്ലാം ഒത്തുചേർന്ന് ഒരു പ്രവൃത്തി ചെയ്യുകയാണല്ലേ. അപ്പൊ അത്രമാത്രം ആളുകൾ ആ ഒരു ചെറിയ പ്രദേശത്ത്, ആ ഒരു ചെറിയ വീട്ടുമുറ്റത്ത് ഒത്തുകൂടുകയാണ്. അപ്പൊ ഒരു കല്യാണത്തിന്റെ പ്രതീതിയായിരിക്കും, ഒരു സന്തോഷകരമായ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രതീതിയായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് പേരെ കാണാനും കളിക്കാനും ആനന്ദിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഇത്ര പ്രയാസകരമായ ഒരു ജോലി ആയിരുന്നിട്ട് കൂടിയും അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അവസാനം പിരിഞ്ഞു പോകുന്നത് സന്തോഷത്തോടു കൂടിയായിരിക്കും. ഇതിനാവശ്യമായ കഞ്ഞി, വല്ലം, ചെമ്പ് തുടങ്ങിയവയെല്ലാം എല്ലാവരും പരസ്പരം ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോ കപ്പവാട്ടിന് ആവശ്യമായ സാധനങ്ങൾ ഒരു വീട്ടിലില്ലെങ്കിൽ അടുത്തടുത്ത വീടുകളിൽ നിന്നുള്ളവർ കൊടുത്ത് സഹായിക്കുമായിരുന്നു. അതുപോലെ അടുത്ത തവണ ആ കൊടുത്ത് സഹായിച്ച അയൽക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും വസ്തുക്കൾ കുറവാണെങ്കിൽ അത് മുൻപുള്ള വീട്ടുകാർ കൊടുത്ത് സഹായിക്കും. അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ടാണ് കപ്പവാട്ട് എന്ന പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത്. കപ്പവാട്ടുകാലത്ത് ഓർക്കാപ്പുറത്ത് ഒരു മഴ വന്നാൽ മലനാട്ടിലെ ഗ്രാമീണ കർഷകരുടെ യഥാർത്ഥ ഒത്തുചേരൽ അപ്പോഴാണ് അനുഭവവേദ്യമാവുക. എല്ലാവരും ഉച്ചത്തിൽ കൂകി വിളിച്ച് ആളെ കൂട്ടും. എല്ലാവരും ചേർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പാറപ്പുറത്ത് നിരത്തിയിരിക്കുന്ന വാട്ടുകപ്പ നനയാതെ വാരിയെടുക്കും. നോക്കൂ, വേണമെങ്കിൽ അവർക്ക് വിചാരിക്കാം, ഇതെന്റെ കപ്പയല്ലല്ലോ, എന്റെ അയൽക്കാരന്റെ അല്ലേ, അയാൾ തന്നെ ഒറ്റയ്ക്ക് ഇത് വാരിക്കോട്ടെ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ മലനാട്ട് കർഷകർ തമ്മിലുള്ള ആ ഒത്തൊരുമ കാണാൻ സാധിക്കുന്നത് മഴയും മറ്റുമൊക്കെ വരുമ്പോഴാണ്. അവരെല്ലാം കൂകി വിളിച്ച് എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് നനയാതെ, ഒരെണ്ണം പോലും നനഞ്ഞു പോകാതെ സൂക്ഷിച്ച് വാരിയെടുത്തുകൊണ്ട് വരും. കപ്പവാട്ടു സീസണിൽ മലനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നു പോയാൽ എല്ലാ പാറക്കെട്ടുകളിലും വെള്ളപ്പൊട്ട് പോലെ വാട്ടുകപ്പ ഉണക്കുവാനായി ഇട്ടിരിക്കുന്നത് ഒരു കൗതുക കാഴ്ചയായിരുന്നു. അപ്പോൾ സീസൺ ആകുമ്പോൾ അതുവഴി കടന്നു പോയാൽ എന്ത് കാണാൻ സാധിക്കും? പാറപ്പുറങ്ങളിൽ ഉണക്കാനിട്ടിരിക്കുന്ന വാട്ടുകപ്പകൾ കാണാൻ സാധിക്കും. നമ്മുടെ മലമ്പുരയിടങ്ങളിലെല്ലാം റബ്ബർ എന്ന അത്ഭുത വിളയുടെ അധിനിവേശം ഉണ്ടാകുന്നതിന് മുൻപുള്ള സ്വാർത്ഥമോഹമില്ലാത്ത കൂട്ടായ്മയുടെ കഥയും കാര്യവുമാണിത്. എന്താണ്? റബ്ബർ എന്ന് പറയുന്ന ഒരു കൃഷി കടന്നു വരികയും അതോടുകൂടി ഈ കപ്പവിളകളെല്ലാം, ചീനി വിളകളെല്ലാം റബ്ബർ വിളകളായി പരിണമിക്കുകയും ചെയ്യുന്നതിന് മുൻപുള്ള കൂട്ടായ്മയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇന്നെങ്ങനെയാണ് ഈ ചീനി വിളകളെല്ലാം മാറിയിട്ട്
മരച്ചിനികളെ എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് കടന്നു വന്നിരിക്കുകയാണ്? റബ്ബർ തോട്ടങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇങ്ങനെ റബ്ബർ തോട്ടങ്ങൾ സ്ഥാനം പിടിക്കുന്നതിനൊക്കെ ഒരുപാട് മുൻപുള്ള ഒരു കൂട്ടായ്മ, അങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കഥയാണ് നിങ്ങൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ഇപ്പോഴും അപൂർവമായി മലനാട്ടിൽ അങ്ങിങ്ങായി ബാക്കി നിൽക്കുന്നുണ്ട് ഭക്ഷണമൊരുക്കലിന്റെ ഈ സഹവർത്തിത്വം. അപ്പോൾ റബ്ബറൊന്നും കൃഷി ചെയ്യാത്ത ഗ്രാമീണരായിട്ടുള്ള ചില കർഷകർ ഇപ്പോഴും ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതിന്റെ ആരവങ്ങൾക്കും അണിയറ പ്രവർത്തനങ്ങൾക്കും മിടുക്കും മോടിയും നന്നേ കുറഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ ഇന്ന് അന്നത്തെ പോലെ ആളുകളുടെ കൂട്ടായ്മയും ആഘോഷവും ഒന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. കപ്പ കൃഷിയുള്ളവർ അവർ തന്നെ, അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത അയൽവക്കക്കാരും വീട്ടുകാരും കൂടി ചേർന്ന് അതിനെ വലിയ പൊലിമയൊന്നും ഇല്ലാതെ ഇന്നും ആ ആഘോഷം അല്ലെങ്കിൽ ആ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ. ഭക്ഷ്യസുരക്ഷ എന്ന വലിയ മുദ്രാവാക്യത്തിന് മുന്നിൽ വിനീതരാകുന്ന ലോക ജനത മലനാട്ടിലെ കർഷകരുടെ ഈ പഴയകാല നന്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നിൽക്കട്ടെ. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന ഉദാത്തമായ ആശയത്തെ പ്രാവർത്തികമാക്കുകയായിരുന്നു ഇവിടുത്തെ കർഷകരും കർഷക കുടുംബങ്ങളും. എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ, കപ്പവാട്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ആളുകൾ മുഴുവൻ ഒത്തുകൂടുന്ന, വളരെ സിസ്റ്റമാറ്റിക്കായി നടത്തിപ്പോരുന്ന, ക്രമമുള്ള ടൈം ടേബിൾ വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു, ഒരു സന്തോഷത്തിന്റെ കൂട്ടായ്മയായിരുന്നു, പരസ്പരമുള്ള ബന്ധമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, സൗഹൃദമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആര് മനസ്സിലാക്കണം? ലോക ജനത മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന് വെച്ചാൽ പരസ്പരം തന്നാൽ കഴിയുന്നത് തൻ്റെ സഹജീവിക്ക് വേണ്ടി ചെയ്തുകൊണ്ട്, തൻ്റെ സമയം സഹജീവിയുടെ അതിജീവനത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ളവരായിരുന്നു ഈ മലനാട്ടിലെ കർഷകരും കർഷക കുടുംബങ്ങളും എന്നുള്ള കാര്യം കൂടി ഇവിടെ ലേഖകൻ ഓർമ്മിപ്പിക്കുകയാണ്. കാർഷികാചാരങ്ങൾ കാഴ്ചയും വിചാരവും, മുരളീധരൻ തഴക്കര. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ മലനാട്, ഇടനാട് തുടങ്ങിയ ഭൂപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു ആചാരമായിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആഘോഷമായിരുന്നു കപ്പവാട്ട് എന്ന് പറയുന്നത്. മലനാട്, ഇടനാട് എന്നീ ഭൂപ്രദേശങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പണ്ട് വളരെ സുലഭമായി കപ്പ അഥവാ മരച്ചീനി കൃഷി ചെയ്തിരുന്നു. കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയം എപ്പോഴാണെന്നാണ് പറഞ്ഞത്? ഡിസംബർ ജനുവരി മാസങ്ങളാണെന്ന് പറഞ്ഞു. ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിളവെടുക്കുന്ന കപ്പ പിന്നീടുള്ള ഒരു വർഷക്കാലത്തേക്ക് ഉപയോഗിക്കുന്നതിനു വേണ്ടി വാട്ടി ഉണക്കി സൂക്ഷിക്കുന്നതിനെയാണ് കപ്പവാട്ട് എന്ന് പറയുന്നത്. ഇത് ഒറ്റയ്ക്ക് ഒരു വീട്ടുകാരല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു കർഷക കുടുംബം കപ്പ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കർഷക കുടുംബത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന മറ്റ് വീട്ടിലുള്ള ജനങ്ങളും കൂടി ചേർന്നാണ് കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളാകുന്നത്. അതിൽ സ്ത്രീകൾ കപ്പയുടെ തോല് പൊളിക്കുന്നു, പുരുഷന്മാർ അത് അരിയുന്നു. അതിനുശേഷം വലിയ ചെമ്പുകളിൽ വെള്ളം തിളപ്പിച്ച് അതിനെ വാട്ടിയെടുത്ത് വലിയ പാറപ്പുറങ്ങൾ വൃത്തിയാക്കി അതിന്റെ മുകളിലിട്ട് ഉണക്കിയെടുത്ത് ചാക്കുകളിലും വല്ലങ്ങളിലുമൊക്കെ പത്തായങ്ങളിലുമെല്ലാം സൂക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള ഒരു വർഷക്കാലം ഈ ഒരു കപ്പ അവരുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിന് പ്രായവ്യത്യാസം ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഇതിൽ പങ്കെടുത്തിരുന്നു. പങ്കെടുക്കുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണം അതാത് വീട്ടുകാരാണ് കൊടുത്തിരുന്നത്. അത് മീനും കപ്പയുമായിരുന്നു. പിന്നെ ഇത് വളരെ സിസ്റ്റമാറ്റിക്കായി ടൈം ടേബിൾ വെച്ച് ചെയ്തിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു. വളരെയധികം കായികാധ്വാനം അഥവാ ശാരീരിക അധ്വാനം ആവശ്യമുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി അവർ ഇതിനിടയിൽ നാടൻ പാട്ടുകളും കളികളും ഒക്കെ നടത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. പിന്നെ പണ്ടുകാലത്ത് ഇങ്ങനെ കപ്പവാട്ടിന്റെ അവസരങ്ങളിൽ നേരിടേണ്ടി വരുന്ന പ്രകൃതി ദുരന്തങ്ങളെ അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ, മഴ, വെയില്, മഞ്ഞ് ഇങ്ങനെയുള്ളവയൊക്കെ നേരിടാനും കർഷകർ കൂട്ടായ്മയോടുകൂടിയാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് മരച്ചീനി എന്ന വിളയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോവുകയും ഇവയെ റബ്ബർ എന്ന് പറയുന്ന വിള റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ ചീനി വിളകളെല്ലാം, അതായത് കപ്പ കൃഷി ചെയ്തിരുന്ന പ്രദേശങ്ങളെല്ലാം റബ്ബർ തോട്ടങ്ങളായി മാറുകയാണ് ഉണ്ടായത്. ഇന്ന് മലനാടുകളിലെ ഗ്രാമീണമായ ചില പ്രദേശങ്ങളിൽ മാത്രമേ കപ്പവാട്ട് നടന്നു വരുന്നുള്ളൂ. അതും വലിയ ആഘോഷമായിട്ടൊന്നുമല്ല. പണ്ട് കാലത്ത് ഇത് ഒരു കൂട്ടായ്മയുടെ സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ഒക്കെ ഭാഗമായിരുന്നുവെങ്കിൽ ഇന്ന് അത് വെറും ഒരു പ്രവർത്തനം മാത്രമായി മാറിയിരിക്കുകയാണ്. ഒരു കാർഷിക പ്രവൃത്തി മാത്രമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. പിന്നെ ഇന്ന് നാം നമ്മുടെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ
അതിനും എത്രയോ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പാരസ്പര്യത്തിലൂടെ ഒരു ജനത എങ്ങനെയാണ് അന്യന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നത് എന്ന കാര്യം ബോധ്യപ്പെടുത്തി തരുന്ന കാഴ്ചയാണ് കപ്പവാട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതേ തുടർന്ന് ഈ അധ്യായത്തിന്റെ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃകകളാണ് നൽകിയിരിക്കുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.